നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിന്റെ രക്തനക്ഷത്രം KR ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് മെയ് 11-ന് 4 ആണ്ട് തികയുന്നു. KR ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മെയ് 11 ലോക മാതൃദിനം. മാതൃത്വത്തെയും മാതാവിനെയും ആദരിക്കുന്ന ദിവസം. മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ഇന്ത്യയിൽ മാതൃദിനം ആഘോഷിക്കുന്നത്. മോഷണക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 23 വർഷങ്ങൾക്ക് ശേഷം ചേർത്തല പോലീസിന്റെ പിടിയിലായി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മാറ്റിവെച്ച കലാപരിപാടികൾ ഉൾപ്പെടെ നടന്നു. തിങ്കളാഴ്ച മേള സമാപിക്കും. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രീയ കേരളത്തിന്റെ രക്തനക്ഷത്രം KR ഗൗരിയമ്മ ഓർമ്മയായിട്ട് മെയ് 11-ന് 4 ആണ്ട് പിന്നിടുന്നു. KR ഗൗരിയമ്മയുടെ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് സർക്കാർ പറഞ്ഞുവെങ്കിലും ഇതിന്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചില്ല. രാഷ്ട്രീയ കേരളത്തിന്റെ രക്തനക്ഷത്രം KR ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് മെയ് 11-ന് 4 ആണ്ട് പിന്നിടുന്നു. KR ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഗൗരിയമ്മ സ്ഥാപിച്ച ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പല കഷ്ണങ്ങളായും പിളർന്നു. ആലപ്പുഴയിലെ JSS സംസ്ഥാന കമ്മിറ്റി ഓഫീസും തകർന്നു. കേരളത്തിന്റെ വീരാംഗന വിട ചൊല്ലിയിട്ട് 4 ആണ്ട് തികയുമ്പോഴും ഓർമ്മകൾക്ക് മരണമില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തെ സ്വാധീനിച്ച KR ഗൗരിയമ്മ എന്ന വിപ്ലവ നക്ഷത്രത്തിന് ഇതുവരെ ഒരു സ്മാരകം പോലും രാഷ്ട്രീയ തട്ടകമായിരുന്ന ആലപ്പുഴയിലോ സംസ്ഥാനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ ഇല്ല. 2022 സംസ്ഥാന ബജറ്റിൽ ഗൗരിയമ്മയ്ക്ക് സ്മാരകം നിർമ്മിക്കാൻ 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയും നിയമിച്ചു. MP-മാർ, MLA-മാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഗൗരിയമ്മയുടെ ബന്ധുക്കൾ എന്നിവരുൾപ്പെട്ട സമിതിയുടെ യോഗം ഒരു തവണ മാത്രമാണ് ഇതുവരെ ചേർന്നിട്ടുള്ളത്. ആലപ്പുഴ ചാത്തനാട്ടെ ഗൗരിയമ്മയുടെ കളത്തിപ്പറമ്പിൽ വീട് സ്മാരകമാക്കാമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നുവെങ്കിലും ഗൗരിയമ്മ തന്നെ ഇത് അടുത്ത ബന്ധുവിന്റെ പേരിൽ നേരത്തെ എഴുതി കൊടുത്തിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള മന്ദിരം, ആശുപത്രിയിൽ പ്രത്യേക വാർഡോ സ്കാനിംഗ് കേന്ദ്രമോ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ബന്ധുക്കളിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഗൗരിയമ്മയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് മറ്റൊന്ന്. ഗൗരിയമ്മയുടെ പട്ടണക്കാടുള്ള കുടുംബ വീടും സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. വീടാണെങ്കിൽ കാട് പിടിച്ച് തകർന്ന നിലയിലും. CPM-ൽ നിന്ന് വിട്ട ശേഷം ഗൗരിയമ്മ സ്ഥാപിച്ച JSS-ന്റെ ആലപ്പുഴയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും തകർന്നു. പാർട്ടിയും പല കഷ്ണങ്ങളായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഗൗരിയമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ആദ്യ വനിതാ മന്ത്രിക്ക് ഒരു സ്മാരകമുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ സാധിക്കണം എന്ന ആഗ്രഹമാണ് ഗൗരിയമ്മയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറയാനുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മെയ് 11 ലോക മാതൃദിനം. മാതൃത്വത്തെയും മാതാവിനെയും ആദരിക്കുന്ന ദിവസം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യയിൽ മാതൃദിനമായി ആഘോഷിക്കുന്നത്. മെയ് 11 ലോക മാതൃദിനം. എല്ലാ വർഷവും മെയ് 11-നാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. മാതൃത്വത്തിനെ ആദരിക്കുന്ന ദിവസം. പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളിലായാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. അമ്മമാരെ ഓർക്കാൻ പ്രത്യേകം ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അമ്മമാരെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മാതൃദിനത്തിൻ്റെ പ്രസക്തിയും വർദ്ധിച്ചു വരികയാണ്. അമേരിക്കക്കാരിയായ അന്ന ജാർവിസ് ആണ് 1908-ൽ ആദ്യമായി മാതൃദിനാഘോഷം സംഘടിപ്പിച്ചത്. അമ്മ ആൻഡ്രീവ്സ് ജാർവിസിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന ജാർവിസ് ഇത് സംഘടിപ്പിച്ചത്. ആഭ്യന്തര യുദ്ധത്തിൽ സൈനികർക്ക് പരിക്ക് പറ്റിയപ്പോൾ അവരുടെ പരിചരണത്തിനായി മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ സ്ഥാപിച്ച പ്രവർത്തകയായിരുന്നു അന്നയുടെ അമ്മ ആൻഡ്രീവ്സ്. കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള അമ്മ ആൻഡ്രീവ്സിന്റെ ത്യാഗത്തിനും സമർപ്പണത്തിനും ആദരാഞ്ജലി അർപ്പിക്കുക എന്നതായിരുന്നു മകളായ അന്ന ജാർവിസിന്റെ ലക്ഷ്യം. ഒടുവിൽ 1914-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാതൃദിനം ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷം മുതലാണ് മാതൃദിനം ലോകമെമ്പാടും ആഘോഷിക്കാൻ തുടങ്ങിയത്. അളവില്ലാത്ത മാതൃത്വത്തിന്റെ മൂല്യം വിളിച്ചോതുന്നതിനും സ്മരിക്കുന്നതിനുമാണ് ലോകമെമ്പാടും അന്താരാഷ്ട്ര മാതൃദിനം ആചരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാതൃദിനാശംസകൾ. മോഷണക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 23 വർഷങ്ങൾക്ക് ശേഷം ചേർത്തല പോലീസിന്റെ പിടിയിലായി. മോഷണക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 23 വർഷങ്ങൾക്ക് ശേഷം ചേർത്തല പോലീസിന്റെ പിടിയിലായി. കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി മോഷണ കേസുകളിലും കഞ്ചാവ് കേസുകളിലും പ്രതിയായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന കോയമ്പത്തൂർ പുതുമൽപേട്ട കലച്ചിക്കാട് വെയർഹൌസിൽ ഭുവനചന്ദ്രൻ എന്നും ഗ്യാസ് രാജേന്ദ്രൻ എന്നും അറിയപ്പെടുന്ന രാജേന്ദ്രൻ എന്നയാളെയാണ് ചേർത്തല പോലീസ് അങ്കമാലിയിൽ നിന്നും പിടികൂടിയത്. 2002-ൽ ചേർത്തല സ്വദേശിയുടെ കാർ മോഷ്ടിച്ച കേസിൽ പിടിയിലായ പ്രതി പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു.
കൊല്ലം കുണ്ട്ര സ്വദേശിയായ ഇയാൾ കുടുംബസമേതം കോയമ്പത്തൂരിലും തുടർന്ന് കൊല്ലം പ്ലാപ്പള്ളി, തൃശൂർ, ശാന്തൻപാറ എന്നിവിടങ്ങളിലും മാറി മാറി താമസിച്ചു വരികയായിരുന്നു. ശാന്തൻപാറയിൽ താമസിച്ചിരുന്നതായും 2.5 ഏക്കർ സ്ഥലവും ബംഗ്ലാവും വീടും ഒറ്റ ദിവസം കൊണ്ട് ആരും അറിയാതെ വിൽപ്പന ചെയ്ത രാത്രി തന്നെ വീട് മാറിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ അങ്കമാലിയിൽ നിന്നും പിടിയിലായത്. ചേർത്തല SHO അരുൺ ജി, SI-മാരായ സുരേഷ് എസ്, ASI ബിജു കെ തോമസ്, സീനിയർ CPO ജോർജ് ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. ഇയാൾ അയൽവാസികളോടെല്ലാം നല്ല ബന്ധം സ്ഥാപിച്ച് ദൂരസ്ഥലങ്ങളിൽ ഇപ്പോഴും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നുവരുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മാറ്റിവെച്ച പരിപാടികൾ ഉൾപ്പെടെ നടന്നു. മേള തിങ്കളാഴ്ച സമാപിക്കും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കലാപരിപാടികൾ ഉൾപ്പെടെ തുടരുന്നു. മന്ത്രിസഭാ യോഗം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിനെ തുടർന്നാണ് കലാപരിപാടികൾ തുടരാനായി തീരുമാനിച്ചതെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് അറിയിച്ചിരുന്നു. 6ാം ദിവസമായ ഞായറാഴ്ച എൻ്റെ കേരളം പ്രദർശനത്തിൽ വൈകിട്ട് 3:30 മുതൽ ഗ്രൂപ്പ് ബാൻഡ് മ്യൂസിക് ഷോ, വൈകുന്നേരം 7 മണി മുതൽ നജീം അർഷാദ് പാർട്ടി അവതരിപ്പിക്കുന്ന ഗാനമേള, ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും നടന്നു. ഫിലിം ഫെസ്റ്റിവലിൽ നക്ഷതങ്ങൾ, ഗോഡ് ഫാദർ, ചെമ്മീൻ, കുട്ടിസാങ്ക എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. തിങ്കളാഴ്ച മേള സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. സ്ത്രീ പുരുഷ സമത്വം ഇന്നും മരീചിക മാത്രമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. മുഹമ്മയിൽ മിക്സഡ് വോളിബോൾ ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി. കൗതുകമുണ്ട് എനിക്ക്. എവിടെ ആദ്യമായിട്ട്? ചേർത്തലയിൽ ആദ്യമായിട്ടാണെന്നായിരിക്കുമോ എന്ന് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ പറയുന്നു അല്ല. ചോദിച്ചില്ല ഞാൻ അവരോട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് മിക്സഡ് ഗെയിംസിലേക്ക് എത്തുന്നത് എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒരു ടീം ആണെങ്കിൽ ആ ടീം ലോകത്തിലെ ആദ്യത്തെ ഒരു മിക്സഡ് ഗെയിംസിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്നു. ആര്യക്കര സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നത് ഇവർ നേരത്തെ ഷാജി പറഞ്ഞു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നെല്ലാം പറഞ്ഞു. ഷാജിയുടെ അതിമനോഹരമായ വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് അപ്പുറത്തേക്കാണ് അതിൻ്റെ ആഴം. ലോകത്താദ്യമായി മിക്സഡ് ഗെയിംസ് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ആര്യക്കരയിലാണ്, നമ്മുടെ ചേർത്തലയിലാണ്, അതിവിടെയാണ്, അതിവരാണ്, അതിനൊരു സംഘടനയൊക്കെ അവരെല്ലാം ഉണ്ടാക്കി ഇവിടെയാണ് അത് നടക്കുന്നത് എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. സ്ത്രീ പുരുഷ സമത്വം ഇന്നും മരീചികയാണെന്ന് മന്ത്രി പി പ്രസാദ്. ജനപ്രതിനിധി സഭകളിൽ ഉൾപ്പെടെ 50% സ്ത്രീ സംവരണം പറയുന്നുണ്ടെങ്കിലും ഖേദകരമായ പ്രാതിനിധ്യമാണ് വനിതകൾക്ക് ലഭിക്കുന്നത്. കായികരംഗത്ത് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിക്കുന്ന മിക്സഡ് ഗെയിംസ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയേക്കാവുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നേട്ടമായി കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ ഗെയിംസ് അത്ലോ ക്ലബ് അസോസിയേഷന്റെ ഓൾ കേരള മിക്സഡ് വോളിബോൾ ഗെയിം ഉദ്ഘാടനം മുഹമ്മ ആര്യക്കര AB വിലാസം സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കളികൾക്ക് തുടക്കം കുറിക്കുക എന്നത് സർക്കാരിന് ഖ്യാതി ഉണ്ടാക്കുന്ന കാര്യമാണെന്നും ഈ സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് സർക്കാർ സഹായം നൽകണമെന്നും സുജിത് കാർത്തികേയൻ IES പറഞ്ഞു. സ്ത്രീ പുരുഷ സമത്വം ലക്ഷ്യമിട്ട് LP തലം മുതൽ പദ്ധതികൾ വേണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ആശാ സി തോമസ് IAS പറഞ്ഞു. പുരുഷന്മാർക്കൊപ്പം എല്ലാ മേഖലകളിലും തുല്യതയിലെത്താൻ ഇത്തരം നടപടികൾ ആവശ്യമാണെന്നും ആശാ സി തോമസ് പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രശാന്ത് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ കോർഡിനേറ്റർ V സവിനയൻ, വോളിബോൾ താരം AK ബാലകൃഷ്ണൻ, ഒളിമ്പ്യൻ KJ മനോജ് ലാൽ, AVVHSS മാനേജർ J ജയലാൽ, മുഹമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റിജി, S സുജീഷ്, A രൂപേഷ്, KS ലാലിച്ചൻ, VS പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. BJPയുടെ നേതൃത്വത്തിൽ വികസിത ചേർത്തല യോഗവും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്ക്ക് സ്വീകരണവും ഒരുക്കി.
വികസിത ചേർത്തല യോഗവും BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്ക്ക് സ്വീകരണവും ഒരുക്കി. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. വികസിത കേരളം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് മാറാത്തതിനി മാറും എന്ന മുദ്രാവാക്യം പൊതുസമൂഹത്തിൻ്റെ ഉയർത്തിക്കൊണ്ടാണ് എൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി കടന്നു വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ പരക്കെ സ്വീകാര്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ന് കാണുവാൻ കഴിയുന്നത്. സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംവദിക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ഈ മുദ്രാവാക്യത്തിന് അല്ലെങ്കിൽ ഈ സന്ദേശത്തിന് ലഭ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ, തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ വലിയൊരു അളവിൽ ഇത് സ്വാധീനിക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ വികസിത കേരളം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ചേർത്തല നഗരസഭയുടെ സമഗ്രമായിട്ടുള്ള വികസനം കാംക്ഷിക്കുന്ന ആളുകൾ ചേർന്ന് ഇത്തരത്തിലൊരു വികസന സമിതി രൂപീകരിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് ചേർത്തല നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പരമ്പരാഗത ശൈലിയിലുള്ള ഒരു ഭരണ സംവിധാനം എന്നതിനപ്പുറം ഈ നഗരവാസികളുടെ ക്ഷേമത്തെ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പദ്ധതികളൊന്നുമില്ല. ഇന്നിപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും ഈ നഗരസഭയിൽ മൊത്തം വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യമാണ്. നഗരത്തിലെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് ചേർത്തല നഗരസഭ കടന്നു പോകുന്നത്. സിനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വെള്ളിയവളം പരമേശ്വരൻ, കണ്ണൻ ഹരിദാസ്, അഭിലാഷ് മാപ്പറമ്പിൽ, ധനീഷ് കുമാർ, പത്മാവതി, RD ഉണ്ണി, KS ശശികുമാർ, അഡ്വക്കേറ്റ് പ്രേംകുമാർ, ശശിധരൻ പിള്ള, അരുൺ K പണിക്കർ, മിത്ര വൃന്ദാബായി, ആശാ മുകേഷ്, KT ഷാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കായിക രംഗത്ത് മികവ് തെളിയിച്ച K രവികുമാറിനെ ആദരിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് PK ബിനോയിയെ വിവിധ വ്യക്തിത്വങ്ങൾ സ്വീകരിച്ചു. ചേർത്തല നഗരത്തിന്റെ വിവിധങ്ങളായ വികസന സാധ്യതകൾ യോഗം ചർച്ച ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ഇതിനായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. SNDP യോഗം 585 നമ്പർ ശാഖ വനിതാ യോഗത്തിന്റെ പ്രഥമ വാർഷികം നടന്നു. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 585 നമ്പർ ശാഖയുടെ വനിതാ സംഘത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നു. ഞായറാഴ്ച രാവിലെ ശാഖാ ഹാളിൽ നടന്ന സമ്മേളനം SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിന് താങ്ങി നിർത്തുന്ന ഏറ്റവും ചെറിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബ യൂണിറ്റാണ്. ആ കുടുംബ യൂണിറ്റിൽ നിന്നും അവിടുത്തെ ബാലവേദി 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, 10 വയസ്സ് തൊട്ട് ഇപ്പം 25 അത് 30 വയസ്സാക്കിയെന്ന് പറയുന്നത് കേട്ട് അതിൽ കുമാരി സംഘവും കുമാരസംഘവും എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരു 30 വയസ്സാവാതെ വിവാഹിതരാകുന്നില്ല. വളരെ അപൂർവം കുട്ടികളെ ഉള്ളൂ അതിന് നേരത്തെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവരെ 3 പേരെയും ഈ കുടുംബ യൂണിറ്റിൽ നിന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാവുന്ന കാര്യമാണ്. അവരെ കൊണ്ട് SNDP യോഗത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ 4 സംഘടനകളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ യൂത്ത് മൂവ്മെൻറ്റും വനിതാ സംഘവും. ഇത് ശരിക്കും പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ട് ഉയരാനായിട്ടുള്ള ഒരു ദർശനമാണ് ഗുരുവിൻ്റെത്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വയസ്സായവർ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ഈഴവ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞും അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വരും തലമുറ ഈ രീതിയിൽ വളരാൻ സാധിക്കത്തുള്ളൂ. ലിജി സുധീർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി PSN ബാബു, യൂണിയൻ കൗൺസിലർ KK പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുമാരി ദേവികൃഷ്ണ പ്രഭാഷണം നടത്തി. സുബി രാജു കൃതജ്ഞതയും ശ്രീകല ശശികുമാർ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ചെറുവാരണം പുത്തനമ്പലം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ നവചണ്ഡികാ ഹോമം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കടപ്പുറത്തിന്റെ പഴനിമലയായ ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ ത്രൈകാലിക ഗുണദോഷ വിജ്ഞാനാർത്ഥം സുപ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്താൽ മെയ് 10-11 തീയതികളിൽ നടന്ന
നവചണ്ഡികാ ഹോമം, ഗണപതി ഹോമം, രുദ്രഹോമം, നവഗ്രഹ പൂജ എന്നിവ സമാപിച്ചു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുരോഹിതൻ വിദ്വാൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികളും 10ഓളം മൂകാംബിക ക്ഷേത്രം പുരോഹിതരുടെയും നേതൃത്വത്തിലാണ് നടന്നു വന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സമന്വയ രൂപമായ തീക്ഷ്ണ ശക്തിയാർന്ന ഉഗ്രരൂപിണിയായ മഹാചണ്ഡികാദേവി പ്രീതിക്കായാണ് നവചണ്ഡികാ ഹോമം ഒരുക്കിയിരുന്നത്. സമാപന ദിവസമായ മെയ് 11 ഞായറാഴ്ച രാവിലെ 7 ഗണപതി ഹോമം, 8 മുതൽ ചണ്ഡികാ ഹോമം, 11:30 പൂർണ്ണാഹുതി, 12 കലശ ദീപാരാധന, 12:30 സമർപ്പണം, ആചാര്യ ദക്ഷിണ എന്നിവയും നടന്നു. തുടർന്ന് പ്രസാദ വിതരണം, അന്നദാനം എന്നിവയും നടന്നു. ക്ഷേത്രം ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി, സെക്രട്ടറി കെ ഷിബു, ഖജാൻജി കെ ചിദംബരൻ, വിദഗ്ധ സമിതി അംഗങ്ങളായ സഞ്ജയ്നാഥ് കൊച്ചുകരി, PR ഷാജി കാവേരി, T സുമേഷ് ചെറുവാരണം, MV സുഗുണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഒരു മഹായജ്ഞമാണ് നവചണ്ഡികാ ഹോമം എന്ന് പറയുന്നത്. ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് 1ാം ദിവസത്തെ പരിപാടികൾ സമാപിച്ചു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് വരുന്നതിനുള്ള വാഹന സൗകര്യങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ എല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല താലൂക്കിലെ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെ 3ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ചേർത്തല താലൂക്കിലെ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെ 3ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. മെയ് 11 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപമുള്ള പത്മശാലി സംഘം ഹാളിൽ നടന്ന പരിപാടി കെ സുശീലൻ അധ്യക്ഷത വഹിച്ചു. ശശികുട്ടൻ, ആശാ മുകേഷ്, സുരേശ്വരി ഘോഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ആലപ്പുഴ ECHS പ്രതിനിധി ചന്ദ്രശേഖരൻ ECHSനെ കുറിച്ച് അംഗങ്ങൾക്ക് അവബോധം നൽകി. പിന്നെ ECHS ബെനിഫിഷ്യറി ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് എല്ലാവരും എല്ലാ സർവീസിനും ECHS കേരളത്തിലും എല്ലാവരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. അതിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ എല്ലാ മാസവും ഓരോ മാസത്തെ ഹോളിഡേയ്സും ഓരോ മാസം എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ വരാനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റും. ആ ആപ്പിലൂടെ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ വന്ന് അധികം സമയം ഇരിക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി പോരാൻ പറ്റും. 11 മണി മുതൽ കുടുംബാംഗങ്ങളും കുട്ടികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് സമ്മാനദാനവും ആദരിക്കലും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല നഗരസഭ 7ാം വാർഡ് കൗൺസിലറുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം SSLC, +2 വിഷയങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ചേർത്തല നഗരസഭ 7ാം വാർഡ് കൗൺസിലറിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അനുമോദനവും നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 നെടുമ്പ്രക്കാട് UP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പ്രശസ്ത കാതികൻ മുതുകുളം സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇതാണ് നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. നിങ്ങൾ പഠിക്കേണ്ട രക്ഷാർത്ഥക്കാർക്ക് വേണ്ടിയാണ് രണ്ട് വാക്ക് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് പ്രത്യേകിച്ച് സമയവും കാലമൊന്നുമില്ല. ഒരു കോമാളിയെപ്പോലെ ഏത് ദിവസവും ഏത് നിമിഷവും ജീവിതത്തിൻ്റെ നൈമിഷികമായ തലങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് അസ്വസ്ഥതകൾ. ആ അസ്വസ്ഥതകൾ നിങ്ങളെ മറ്റൊരാളായി മാറ്റാം ഒരു നിമിഷം കൊണ്ട്. പുരുഷന്മാരായ ഞങ്ങൾക്കാണെങ്കിൽ അസ്വസ്ഥതകളൊന്നും ഞങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ സന്തോഷമായി കടന്നു പോയിരുന്ന വീട്ടിൽ കലുഷിതമായി പോകും. അങ്ങനെ അസ്വസ്ഥമാകുന്ന നിമിഷങ്ങളിൽ ദൈവത്തെപ്പോലെ, ഞാൻ ദൈവത്തെപ്പോലെ എന്ന് പ്രയോഗിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, മറ്റൊരർത്ഥമില്ല. ദൈവങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. ഞങ്ങളൊക്കെ ദൈവമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അനീഷിനെ പോലൊക്കെയുള്ള ദൈവങ്ങളായിരിക്കുന്നത്, രഞ്ജിത്തിനെ പോലൊക്കെയുള്ള ദൈവങ്ങളാണ്. കാരണം അവർ സഹായിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. വാർഡ് കൗൺസിലർ S. അനീഷ് അധ്യക്ഷത വഹിച്ചു. മണിയാത്രക്കയിൽ സ്കൂളിൽ നിന്നും വിരമിച്ച ബിന്ദു B. ടീച്ചറിനെയും ചേർത്തല ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനം നേടിയ നെടുമ്പ്രക്കാട് ഗവൺമെന്റ് UP സ്കൂളിനെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ നീന്തൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ KN മുഹമ്മദ് റെയ്ഹാനെയും നെടുമ്പ്രക്കാട് UP സ്കൂളിലെ 2024-25 ചേർത്തല സബ് ജില്ലാ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ 7ാം വാർഡിലെ കുട്ടികളെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ A ഗ്രേഡ് നേടിയ വൈകാജി സാബുവിനെയും ഹരിത കേരളം മിഷൻ ഹരിത വിദ്യാലയവുമായി തിരഞ്ഞെടുക്കപ്പെട്ട നെടുമ്പ്രക്കാട് ഗവൺമെന്റ് UP സ്കൂളിനെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്കൃത നാടകത്തിന് A ഗ്രേഡ് നേടിയ ആര്യൻ ആനന്ദ്, അളകനന്ദായസ്, അമയ അജിത് എന്നിവരെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിന് ദേശഭക്തി ഗാനത്തിന് A ഗ്രേഡ് നേടിയ ദിയ ദിലീപ്, അവന്തിക നിതിൻ, ആര്യലക്ഷ്മി എന്നിവരെയും അനുമോദിച്ചു. ചേർത്തല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G. രഞ്ജിത്ത്, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ജ്യോതിമോൾ, ADS സെക്രട്ടറി ദീപ്തി ആനന്ദക്കുട്ടൻ, ADS അംഗങ്ങളായ സീമ സാബു, സീന ശരത്ചന്ദ്രൻ, മഞ്ജുഷ വിനോദ്, ശോഭന ശ്രീകുമാർ, കുൽസം BV നസീം, സിന്ധു സുരേഷ്, ഖദീജ നൌഷാദ്, രമ്യ രാജീവ്, അംഗനവാടി ടീച്ചർ L. ടെൻസി,
ആശാവർക്കർ കെ ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ADS വൈസ് ചെയർപേഴ്സൺ ഭാസുര രാധാകൃഷ്ണൻ കൃതജ്ഞതയും ADS ചെയർപേഴ്സൺ TS ജാസ്മി സ്വാഗതവും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിന്റെ രക്തനക്ഷത്രം KR ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് മെയ് 11 4 ആണ്ട് തികയുന്നു. KR ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മെയ് 11 ലോക മാതൃദിനം. മാതൃത്വത്തെയും മാതാവിനെയും ആദരിക്കുന്ന ദിവസം. മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ഇന്ത്യയിൽ മാതൃദിനം ആഘോഷിക്കുന്നത്. മോഷണ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 23 വർഷങ്ങൾക്ക് ശേഷം ചേർത്തല പോലീസിന്റെ പിടിയിലായി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മാറ്റിവെച്ച കലാപരിപാടികൾ ഉൾപ്പെടെ നടന്നു. തിങ്കളാഴ്ച മേള സമാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.